നമ്മുടെ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഇത് നമ്മുടെ ആൾ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലോ അങ്ങോട്ട് പോകുന്നത്. ശബരിമലയുടെ പ്രദേശങ്ങളിലുള്ള 18 പർവ്വതങ്ങളുടെയും ഉയരം കുറവായതുകൊണ്ട് മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് അതിന്റെ ഉയരം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ 18 പടികളും ചവിട്ടി താണ്ടി അതിനെ പൂജിച്ച് വേണം നമ്മൾ മഹാവൈഷ്ണവ പൂജയെ ചെയ്തിട്ട് വേണം, നാരായണ പൂജയെ ചെയ്തിട്ട് വേണം, നരപൂജയെ ചെയ്തിട്ട് വേണം നമ്മള് ആ ശാസ്താവിൽ വിലയം പ്രാപിക്കാൻ, ആ അറിവിൽ വിലയം പ്രാപിക്കാൻ. ഇവിടെ സന്തോഷി നാരായണ പൂജ എന്ന് പറയുമ്പം നമ്മളുടെ മഹാവിഷ്ണു എന്നുള്ള സങ്കല്പത്തില് ഒരു ജീവനുള്ള ഒരു ചിത്രത്തിലാണ് നമ്മുടെ മനസ്സ് ചെന്നപ്പെടുന്നത്, നമ്മുടെ ആളുകളുടെ മുഴുവനും. പക്ഷെ മഹാവൃക്ഷമാണ്. അതെ, ഈ സസ്യലോകത്തിന്റെ ചതുർബാഹുവായിരിക്കുന്ന ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ വൈഭവമാണ്. ഇവിടെ ആളുകൾക്ക് അറിയില്ലല്ലോ, ഇവിടുത്തെ ഭക്തരെ സംബന്ധിച്ചത് അറിയില്ല. ചതുർബാഹുവായിരിക്കുന്ന നരൻ എന്ന് പറയുന്നത് മഹാവൈഷ്ണവ ശക്തി എന്ന് പറയുന്നത്, മഹാവിഷ്ണു എന്ന് പറയുന്നത് ഒരു കയ്യിൽ അഗ്നിയെ തടുക്കുന്ന ശ്രീചക്രം, ഒരു കയ്യില് ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന അംബുജം, ഒരു കയ്യില് മണ്ണിനെ പ്രതിനിധീകരിക്കുന്ന ഗദ, ഒരു കയ്യിലോ ജലത്തെ പ്രതിനിധീകരിക്കുന്ന ശംഖ്. ഈ 4 ഭൂതങ്ങളെയും ചേർത്ത് വെക്കുന്ന, അതായത് അഗ്നിയെ തടുത്ത്, അതാണ് ചതുർബാഹുവിന്റെ വ്യക്തമായ അർത്ഥം. നമ്മുടെ തലമുറയ്ക്ക് വളരെ വ്യക്തമായി കിട്ടേണ്ടതുണ്ട്. അതെ, ഈ സസ്യലോകത്തിന്റെ ചതുർബാഹുവായിരിക്കുന്ന ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ വൈഭവമാണ് അവിടെ നമ്മള് വിഗ്രഹത്തിലൂടെ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുന്ന രീതിയിൽ മഹാവൈഷ്ണവ ശക്തി. സത്യമാണ്, ഈ അറിവാണ്, ഈ സത്യമാണ് എല്ലാവരും അറിയേണ്ടത്. ഇതാണ് അറിവ്. വിഗ്രഹത്തിലൂടെ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുന്ന രീതിയിൽ നമ്മള് ഈ മഹാവൈഷ്ണവ ശക്തി. ഇതാണ് അറിവ്. സത്യമാണ്, ഈ അറിവാണ്, ഈ സത്യമാണ് എല്ലാവരും അറിയേണ്ടത്. അഗ്നിയെ ശ്രീചക്രത്താൽ തടുത്തുകൊണ്ട് അംബുജത്തെ വിരിയിക്കുന്ന ആകാശത്തിന്റെ ഗുണത്തെയും, അംബുജം ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ്, ആ ആകാശത്തിന്റെ ഗുണത്തെയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് അടുത്ത കൈ കൊണ്ട് മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, പരിശുദ്ധമായിരിക്കുന്ന ജലമാണ് ശങ്കില തീർത്ഥം, ആ ശങ്കില തീർത്ഥത്തെ ചേർത്ത് വെച്ചുകൊണ്ട് 4 കൈ കൊണ്ട് പഞ്ചഭൂതങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഉയർന്നു നിൽക്കുന്ന മഹാവൃക്ഷ പ്രകൃതി തന്നെയാണ് മഹാവിഷ്ണു എന്ന് തിരിച്ചറിയാം. ശംഖചക്ര ഗദാപത്മം എന്ന് പറയുന്ന മഹാവിഷ്ണുവിന്റെ, അതായത് നാരത്താൽ പ്രേമരൂപേണ വ്യാപിക്കുന്നവൻ നരൻ. ജലത്താൽ, നാരം എന്ന് പറഞ്ഞ ജലം, ജലത്താൽ പ്രേമരൂപേണ വ്യാപിക്കുന്നവൻ നരൻ. നരനിൽ നിന്നും നാരായണൻ. നാരായണൻ എങ്ങനെയാണെന്നറിയോ? ജ്ഞാനത്താൽ ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ, ജ്ഞാനം കൊണ്ടും ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ള ജന്മത്തെക്കുറിച്ച്, ജന്മത്തിന്റെ പൂർണ്ണ വൈഭവത്തെക്കുറിച്ച്, അതായത് ബ്രഹ്മത്തെക്കുറിച്ച് സർവവും അറിഞ്ഞ ആ അറിവ് കൊണ്ട് ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ളവന്റെ പേരാണ് നാരായണൻ. ഈ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായി വൃക്ഷം തന്നെയാണല്ലോ, വൃക്ഷം എന്നല്ലേ അർത്ഥം. അതെ, ആ മഹാവൈഷ്ണവ ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ് നാരത്താൽ അയനം ചെയ്യിപ്പിക്കുവാൻ, ജ്ഞാനം കൊണ്ട് അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ള നാരായണൻ. നരൻ എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്, നാരായണൻ എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ മഹാവൈഭവമായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ്. അതാണ് മനുഷ്യൻ. നമ്മളെല്ലാവരും മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരങ്ങളാണ്. മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും വാമനൻ എന്ന് പറയുന്ന മനുഷ്യനും എല്ലാം എന്താണ്? മഹാവൈഷ്ണവ ശക്തിയുടെ ഈ വൃക്ഷലോകത്തിന്റെ, ഈ പ്ലാന്റിന്റെ പ്ലാനാണ് സർവ്വതും. നിന്നും നാരായണൻ ഉണ്ടായിരിക്കുന്നു. അതെ, അതാണ് ശ്രീരാമൻ പറഞ്ഞു, എന്നെയല്ല പൂജിക്കേണ്ടത്, എനിക്ക് ഈ സർവജ്ഞാനവും സമ്മാനിച്ച, എന്റെ സർവ്വാരോഗ്യത്തിനും എന്റെ ആയുസ്സിനും എല്ലാം കാരണമായിരിക്കുന്ന ഈ മഹാവൈഷ്ണവ ശക്തിക്കാണ് മൂലമന്ത്രം വേണ്ടത്. ആ മൂലവൃക്ഷ പ്രകൃതിയുടെ, ആ മൂലപിതൃവായിരിക്കുന്ന ആ മഹാവൈഷ്ണവ ശക്തിയുടെ വെറും ഒരു അവതാരം മാത്രമാണ് ഞാൻ. ആ മഹാവൈഷ്ണവ ശക്തി അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച്, ശബരിമല ഭക്തരെ സംബന്ധിച്ച് ഈ സത്യം അറിയണമല്ലോ. നമ്മള് താഴെ പമ്പയില് മൂലപിതൃവിന് നമസ്കാരം ചെയ്തു ആ മഹാവൈഷ്ണവ ശക്തിയെ നമസ്കരിച്ചുകൊണ്ടാണ് ശബരിമലയിലേക്ക് പ്രവേശനം, പമ്പ കടക്കുന്നത്. ആ മഹാവൈഷ്ണവ ശക്തിയെ നമസ്കരിച്ച് പിതൃ നമസ്കാരം നടത്തി പമ്പ കടന്ന് വന മേഖലയിലൂടെ ആ മഹാവൃക്ഷ പ്രകൃതിയുടെ വൈഭവത്തിന് വേണ്ടിയിട്ട്, സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജ്ഞാനികളായിട്ടുള്ള, പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ള, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, പരിസ്ഥിതി ദർശനത്തിൽ ആകൃഷ്ടരായിട്ടുള്ള കേരവൃക്ഷവും നമ്മുടെ ഉണ്ടാവും. നടാനുള്ള കേരവൃക്ഷവും ഓരോ ഭക്തന്റെയും കയ്യിലുണ്ടാവും അല്ലേ? സർവ്വവിത്തും സർവ്വവൃക്ഷവും ഉണ്ടാവും അവിടെ.
കേരവൃക്ഷം മാത്രമല്ലല്ലോ, സർവ്വധാന്യങ്ങളും കൊണ്ടാണല്ലോ. അതെ, അവിടെ ആകെയുള്ള ജീവി എന്ന് പറഞ്ഞാൽ കാട്ടുപന്നികളാണുള്ളത്. അത് ഭൂഗർഭജലത്തെ സൃഷ്ടിക്കുവാൻ ശേഷിയുള്ള ഈ ജീവികളല്ലാതെ മറ്റൊരു ജീവികളും, അത് ക്ലേ ആണ് തിന്നുന്നത്, ചെളിയെ തിന്നെടുക്കുന്ന ജീവലോകമാണ്. ഭൂഗർഭജലത്തെ സൃഷ്ടിക്കുവാൻ ശേഷിയുള്ള ഈ പിഗ് എന്ന് പറയുന്ന ശരിയാണല്ലോ. അവിടെ മാനോ മയിലോ ഒന്നും ഇല്ലല്ലോ, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ജീവികളല്ലാതെ മറ്റൊന്നിനും അവിടെ സ്ഥാനമില്ല. അപ്പൊ ടൈഗർ ഫോറസ്റ്റ് 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി തീർത്തിരിക്കുന്നതാണ്. അവിടെയാണ് മഹിഷി മർദ്ദനായിരിക്കുന്നത് അയ്യപ്പൻ. അതായത് എരുമേലിയിൽ വരെയാണ് എരുമകൾക്ക് സ്ഥാനമുള്ളൂ. മഹിഷിയുടെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. മഹിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എരുമയാണ്. അപ്പൊ അതിന് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. പശു ലോക ഭയങ്കാരായകൻ എന്നാണ് ശാസ്താവിന്റെ ഒരു നാമം. പശുക്കൾക്ക് പോലും പ്രവേശനമില്ല. പറയുന്നുണ്ട്. അതെ, പശുക്കൾക്ക് പോലും പ്രവേശനമില്ലാത്ത ഇടമാണ്. അതായത് മഹാവൃക്ഷ പ്രകൃതിയെ ഹനിക്കുന്ന ഒന്നിനും ഇടമില്ലാത്ത ഇടം തീർക്കുന്നതാണ്. ശരിക്കും അവിടെ സസ്യബുക്കുകൾക്ക് സ്ഥാനമില്ല എന്നാണ് ശരിക്കും പറയേണ്ടി വരുന്നത്. അതെ അതെ, അതായത് ഹിരണ്യകശിപുമാർക്ക് അവിടെ സ്ഥാനമില്ല. ഹരിയെ കൊന്നൊടുക്കുന്ന, ഹരിതലോകത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഹിരണ്യകശിപുമാരായിട്ടുള്ള ഒരു ലോകത്തിനും അവിടെ സ്ഥാനമില്ലാത്തതാകുന്നു. അവിടെ മഹാവൃക്ഷ പ്രകൃതിക്ക് മാത്രമാണ് സ്ഥാനം. അത് മാതൃലോകത്തിന്റെ, ശ്രീജന ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാകുന്നു. ഇരുമുടിയുടെയും, അതായത് ഇരുവശത്തെയും മാതൃലോകത്തിന്റെ, ശ്രീജന ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവരുടെ മൈഥുനത്തിന് വേണ്ടിയിട്ടാകുന്നു. ആത്മജയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നു. ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നതിന്റെ പിന്നിലെ അങ്ങ് ആദ്യം ചോദിച്ച ഒരു ചോദ്യം, അത് വളരെ വലിയ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു ചോദ്യമാണ്. പള്ളിക്കെട്ട്. പള്ളിക്കെട്ടിന്റെ യഥാർത്ഥ അർത്ഥം കൂടി അറിയണം. രാജകന്യകമാർ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്ത്രീകളാണ്. പള്ളിക്കെട്ടിന്റെ അർത്ഥം രാജകന്യകമാരുടെ വിവാഹം എന്നാണ്. ആ രാജകന്യകമാരുടെ വിവാഹത്തിന്, മനുഷ്യ സ്ത്രീകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാകുന്നു ഇരുമുടിക്കെട്ട്. അതിനാണ് പള്ളിക്കെട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സ്ത്രീജന ലോകത്തിൽ പള്ളിക്കെട്ട് എന്ന് പറയുന്നത് രാജകന്യകമാരുടെ വിവാഹമാണ്. ആ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഇരുമുടിക്കെട്ട്. ആ പള്ളിക്കെട്ടാണ് ഇന്ന് തന്നെ പള്ളിക്കെട്ടാണ്. ഇന്ന കാലത്ത് പള്ളിക്കെട്ട് നടന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ രാജകന്യകമാരുടെ വിവാഹമാണ് അല്ലേ? ആ പള്ളിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള കെട്ടാണ് ഇരുമുടിക്കെട്ട്. ആ പള്ളിക്കെട്ട് തന്നെയാകുന്നു ഇരുമുടിക്കെട്ട്. അത്രയും അഗാധമായ അത്രയും പഠിക്കാനുണ്ട് ആ വിഷയം അല്ലേ? അതെ, അപ്പോഴാണ് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പള്ളിക്കെട്ട്, ഈ ഇരുമുടിക്കെട്ട്. അപ്പോഴാണ് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് രജസ്വലകളല്ലാത്ത സ്ത്രീകളും ജ്ഞാനത്താൽ നരനൊപ്പം നിൽക്കുന്ന നാരായണനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള മനുഷ്യനും ഇരുമുടിക്കെട്ടേന്തി, പള്ളിക്കെട്ടേന്തി, മാതൃലോകത്തിന് വേണ്ടി, മാതൃലോകത്തിന്റെ ഉദരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ട്, മഹാവൈഷ്ണവ ശക്തിയുടെ നിലയമായിരിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയരം കുറഞ്ഞ, ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ശബരിപീഠത്തിലെ 18 പൂങ്കാവനങ്ങളെ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടെ ആചാരപൂർവം പ്രകൃതിയെ വളരെ ചിട്ടയായിട്ട് പരിസ്ഥിതി സംരക്ഷണം ചെയ്തുകൊണ്ട് ജലത്തെ, ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരിപീഠത്തിൽ ലോകമാതാവായിട്ട് മാളികപ്പുറത്തമ്മയെ, പാർവതിയെ, അതായത് ജീവനെ പർവ്വതീകരിക്കുന്ന നമ്മുടെ മായയായിരിക്കുന്ന പാർവതിയെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നു. അവിടെ ശബരിപീഠത്തിൽ ലോകമാതാവായി മാളികപ്പുറത്തമ്മ ഇരിക്കുമ്പോൾ മാത്രമാണ് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷിയായിട്ട് പാർവതി അവിടെ പരിലസിക്കുകയുള്ളൂ. ശബരിപീഠത്തിൽ പാർവതി ലോകമാതാവായി ഇരിക്കുമ്പോഴാണ് ദ്രാവിഡ ദേശത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ ദേവതയായിട്ട് മീനാക്ഷി എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. മധുരമായിട്ട് മീനാക്ഷി അവിടെ പ്രസാദിക്കുകയുള്ളൂ. മധുര മീനാക്ഷി മധുരയിൽ ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ്, അതുകൊണ്ടാണ് പേരങ്ങനെ മധുര മീനാക്ഷി ഇട്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ, മീനാക്ഷി പാർവതിയാണ്. ആ മധുര മീനാക്ഷി അവിടെ മധുരമായിട്ട് ഇരിക്കണമെങ്കിൽ പഞ്ചദ്രാവിഡ പീഠങ്ങളുടെ പീഠമായിട്ടുള്ള ശബരിപീഠത്തിൽ ലോകമാതാവായിട്ട് പാർവതി അവിടെ ഇരിക്കണം. എന്നാണല്ലോ തമിഴ്നാട്ടുകാര് ഏറെ ഭക്തിയോടെ തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും, അതിനെ ആർക്കും തടുക്കുവാൻ. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന പ്രദേശങ്ങളിൽ നിന്ന് മുഴുവനുള്ള ആളുകള് വളരെ ഭക്തിയോടെ തന്നെയാണ് ശബരിമലയ്ക്ക് വരുന്നത്. അതെ,
അവരുടെ സംരക്ഷണം ഇവിടെയാണ്, മാളികപ്പുറത്ത് അമ്മയിലൂടെയാണെന്നുള്ള ബോധ്യത്തിലാണ് വരുന്നത്. പഞ്ചദ്രാവിഡ ദേശങ്ങളുടെയും പീഠങ്ങളുടെ പീഠമാണ്. പഞ്ചദ്രാവിഡ ഭാഷയിലും പഞ്ചദ്രാവിഡ ദേശത്തും ഇത് പ്രചാരമുള്ളതാണ്. ഇതിനെ മായ്ക്കുവാനോ മറയ്ക്കുവാനോ ഒന്നും പറ്റില്ല. ഇത് ശാസ്ത്രവിധിയാണ്. ഈ ക്ഷേത്രവിധി എന്ന് പറയുന്നത് നമ്മളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം ശാസ്ത്രീയതയുണ്ട്. ആ ശാസ്ത്രീയത നഷ്ടപ്പെട്ടാലോ അത് അന്ധവിശ്വാസമാണ്. ഇരുമുടിക്കെട്ട് പള്ളിക്കെട്ടാകുന്ന സന്ദർഭമാണല്ലേ ശബരിമല യാത്ര? അതെ, ഇരുമുടിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്? പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിലൂടെ ഇരുമുടിയുടെയും പശ്ചിമഘട്ടത്തിന്റെ ഇരുവശത്തെയും മാതൃലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ജീവലോകത്തിന്റെ മഹാവൈഷ്ണവ ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠ വൈഭവമായിരിക്കുന്ന മനുഷ്യന്റെ മാതൃലോകമായിരിക്കുന്ന രാജകന്യകമാരുടെ, മനുഷ്യ സ്ത്രീകളുടെ വിവാഹം എന്ന് പറയുന്ന ആ മഹാഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുമുടിക്കെട്ട് ശിരസിലേന്തുന്നു. മാതൃലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ട്, ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ശാസ്ത്ര യുദ്ധത്തിനായിട്ട് പോകുന്നത്. അത് ആയുധങ്ങൾ എടുത്തുകൊണ്ടല്ല, ആയുധങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ശാസ്താവിൽ അറിവിൽ വിലയം പ്രാപിക്കുന്നത്. അവിടെയാണ് ഇരുമുടിക്കെട്ട് പള്ളിക്കെട്ടാകുന്നത്, വിവാഹമാകുന്നത്. രാജകന്യകമാരുടെ, മനുഷ്യ സ്ത്രീകളുടെ വിവാഹമാകുന്നത് അവിടെയാണ്. അല്ലെങ്കിലോ ഇവിടെ ഒരു ജീവൻ പോലും ജനിക്കുകയില്ല എന്ന് അറിഞ്ഞാലും. അവിടെയാണ് കലിയുഗ വരദൻ എന്ന് പറയുന്നത്. ഇരുമുടിക്കെട്ടിനെ കുറിച്ചും പള്ളിക്കെട്ടിനെ കുറിച്ചും അനവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങിപ്പോ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇനി അനവധി കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച്, അല്ലെ ഇവിടുത്തെ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അറിവാണ്. ഇന്നുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത അറിവാണ് ഇരുമുടിക്കെട്ട് എന്നാൽ. ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടികളുടെയും രണ്ടു വശങ്ങളുടെയും പൂർണ്ണമായ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും അത് ആത്യന്തികമായി അത് പള്ളിക്കെട്ടാകുമ്പോൾ ഇവിടുത്തെ രാജകന്യകമാരുടെ ഉൾപ്പെടെ മുഴുവൻ കന്യകമാരുടെയും വിവാഹം, പള്ളിക്കെട്ട് എന്ന് പറഞ്ഞാൽ രാജകന്യകമാരുടെ വിവാഹം എന്നാണ് അർത്ഥം. അപ്പൊ ആ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, യുവതികൾക്ക് വേണ്ടിയിട്ട്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇരുമുടിക്കെട്ട് പള്ളിക്കെട്ടാകുന്ന ആ സന്ദർഭമാണ് ശബരിമല യാത്രയെ കുറിച്ച് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും മഹാവൃക്ഷ പ്രകൃതി, അതായത് നമ്മുടെ ഈ ചതുർബാഹു എന്ന് പറയുമ്പോൾ ശംഖചക്ര ഗദാപത്മം എന്ന് നമ്മൾ വർണ്ണിച്ച് പഠിച്ചിട്ടുള്ള ആ മഹാവൃക്ഷ പ്രകൃതി, മഹാവിഷ്ണുവിന്റെ സങ്കല്പത്തില് ആ മഹാവൃക്ഷ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പരിസ്ഥിതി സംരക്ഷകരായി നമ്മൾ പോകുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഇരുമുടിക്കെട്ട് ആയി പോയി അത് പള്ളിക്കെട്ടായി ഇവിടുത്തെ യുവതികളുടെ വരും തലമുറയ്ക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആ രാജകന്യകമാരുടെ വിവാഹം എങ്ങനെ നടക്കണം, പൂർണ്ണമായി നടക്കുന്നതിന് വേണ്ടിയുള്ള പരിസ്ഥിതി യാത്രയാണ് ശബരിമല യാത്ര, അല്ലേ? തീർച്ചയായിട്ടും അതെ. മണികണ്ഠൻ ശബരിമലയിലേക്ക് പോകുന്നത് മാതൃജന ലോകത്തിന്റെ ഉദര സംബന്ധമായിട്ടുള്ള ആ അസുഖത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാകുന്നു. ഉദര സംബന്ധമായ രോഗപരിഹാരാർത്ഥമാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അത് മാതൃലോകത്തിൻ്റെതാണ്, മാതാവിൻ്റെതല്ല. അതിന് പരിഹാരം അദ്ദേഹം കണ്ടത് പുലിപ്പാലാണ്. പുലിയുടെ വംശത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ടൈഗർ ഫോറസ്റ്റ് ഒരുക്കിക്കൊണ്ട് താരതമ്യേന ഉയരം കുറഞ്ഞ പശ്ചിമഘട്ടത്തിലെ ഈ 18 മലകളും മഹാവൃക്ഷ പ്രകൃതി കൊണ്ട് ഉയരം വർദ്ധിപ്പിച്ചുകൊണ്ട് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആയുധമില്ലാത്ത അറിവ് കൊണ്ടുള്ള യുദ്ധം, ശാസ്ത്രയുദ്ധം, ആ ശ്രീധർമ്മശാസ്ത്രം, ആ അറിവ്, അത് തന്നെയാണ് സനാതന ധർമ്മശാസ്ത്രം എന്നും അറിയുക. ഇത് തന്നെയാണ് ശ്രീരാമ സിദ്ധാന്തം എന്നും അറിയുക. ശ്രീരാമ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിട്ട് വന്നിട്ടാണ് പരശുരാമൻ ഈ പ്രതിഷ്ഠ നടത്തിയത് എന്ന വസ്തുതയും നമ്മൾ മറക്കാതിരിക്കുക. അത് തന്നെയാണ് ശബരിമല വേദരഹസ്യവും. അത് തന്നെയാണ് ശബരിമലയിലെ വേദരഹസ്യവും. ആദ്യ വേദാന്ത വേദ്യവാക്യനായിട്ടുള്ള ശ്രീരാമന്റെ ആ ത്രേത സിദ്ധാന്തമാണ് ശബരിമലയിലെ ക്ഷേത്ര സിദ്ധാന്തം. അതാണ് ശബരിമല വേദരഹസ്യം. ആ രഹസ്യങ്ങൾ അറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ലാത്തത് എന്ന് അറിയുന്നത്. ഇതിന്റെ അനവധിയായ രഹസ്യങ്ങൾ, അറിവുകൾ അറിയേണ്ടതുണ്ട്. അതെ, അങ്ങനെ വരുമ്പോഴാണ് ഈ രജസ്വലകളായിട്ടുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, പള്ളിക്കെട്ടിന് വേണ്ടിയിട്ട്, ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രയുദ്ധത്തിനായിട്ട് പോകുമ്പോൾ
രജസ്വലകളെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. രജസ്വലകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രയുദ്ധം നടത്തുന്നത്. താപത്തെ, അതായത് സഹസ്രപാദത്താൽ ചവിട്ടുന്ന സൂര്യന്റെ താപത്തെ സഹസ്രശീർഷത്താൽ തടുത്ത് ജീവലോകത്തെ പരിപാലിച്ച് മഹാവൈഷ്ണവ ശക്തിയിലൂടെ ലക്ഷ്മി ലോകത്തെ, ജന്തുലോകത്തെ ജനിപ്പിച്ച് നിലനിർത്തി പരിപാലിക്കുന്നത് മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന വൃക്ഷലോകമാണ് എന്ന തിരിച്ചറിവിൽ നിന്നിട്ടാണ് സൂര്യതാപത്തെ എങ്ങനെ ഹനിച്ച് എങ്ങനെ ജീവലോകത്തെ, മാതൃലോകത്തെ സംരക്ഷിക്കാമെന്നുള്ള ശാസ്ത്രവിധി വരുന്നത്. അപ്പോഴാണ് ഈ ശാസ്താവിന്റെ നാമങ്ങളിൽ ഈ മഹാവൃക്ഷ പ്രകൃതിക്കും കൽപ്പവൃക്ഷത്തിനും വൃക്ഷങ്ങൾക്കും ഒക്കെയുള്ള പ്രാധാന്യം വരുന്നത്. അപ്പോഴാണ് ശരണമയ്യപ്പ. അങ്ങിപ്പോ ശബരിമല യാത്രയെ കുറിച്ച് പണ്ടേക്ക് ഇരുമുടിക്കെട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ വ്യാപ്തി എന്താണ് ശബരിമല യാത്ര പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് അറിവിന്റെ കേന്ദ്രത്തിലേക്ക്, അറിവിലേക്കാണ് ലയിക്കുക. തത്വമസി അറിവാണ്. അപ്പോ വരുമ്പോഴാണ് നമ്മൾ തത്വമസിയിലേക്കുള്ള യാത്രയാണ്. തത്വമസി എന്താണെന്ന് അറിയണം. നീ തന്നെയാകുന്നു. നീ ആരാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും യാത്ര തുടരണം. വളരെ ക്ഷമയോട് കൂടിയിട്ട്, വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, വളരെ ഭക്തിയോട് കൂടിയിട്ട്, അറിവിലാണ് ഭക്തി ഉണ്ടാവേണ്ടത്. ആ ഭക്തിയോട് കൂടിയിട്ട് ഇതൊന്ന് ശ്രവിക്കുക എന്ന് മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇതിനകത്ത് വളരെ വളരെ ശ്രേഷ്ഠമായ ഉന്നതമായ അറിവാണ് ഇന്നത്തെ ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ അയ്യപ്പനൊക്കെ ശരണം വിളിച്ചുകൊണ്ട്, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട്, ഇരുമുടിക്കെട്ടേന്തി പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ആമുഖം കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞു തന്നു. ഇന്ന് ഇരുമുടിക്കെട്ട് എന്തിനു വേണ്ടിയാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. തത്വമസി ിലേക്കുള്ള യാത്രയാണ് പരിസ്ഥിതി സംരക്ഷണം. അതെ, അപ്പൊ മാതൃലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ്, മാതൃലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മണികണ്ഠൻ ശബരിമലയ്ക്ക് പോയതുപോലെ മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും ശബരിമലയ്ക്ക് എത്തേണ്ടത്. അത് വളരെ വൃതാനുഷ്ഠാനങ്ങളിലൂടെ ഈ അറിവിനെ, ഈ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടല്ല, ആ ആചാരങ്ങളെ അനുസരിച്ചുകൊണ്ട്, അതിനെ പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ട്, ഒരു പഠിതാവായിട്ട് വേണം ഈ പരിസ്ഥിതിയെ ശരിക്കും ഈ വിശ്വത്തെ വിശ്വസിക്കുന്നവരായിട്ട്, വിശ്വാസികളായിട്ട്, ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുവാൻ പറ്റുന്ന ആ തരത്തിലേക്ക് നമ്മളുടെ അറിവിനെ ഉയർത്തിക്കൊണ്ട് വേണം നമ്മൾ ആ പടി കയറാനും. അവിടുന്ന് തിരിച്ച് നിരായുധരായ, ശാസ്ത്രത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിച്ച് ആ ശ്രീധർമ്മശാസ്ത്രത്താൽ തൊടികളെ ചിട്ടപ്പെടുത്തുന്നവരായിട്ട് ജീവിതത്തെ ആചരണങ്ങളിലൂടെ, ശരിക്കും പറഞ്ഞാൽ അനുഷ്ഠാനങ്ങളിലൂടെ അനർത്ഥങ്ങളെ ഇല്ലാതാക്കുന്നവരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലയ്ക്ക് പോകേണ്ടത്. അപ്പോ സന്തോഷി, അടുത്തത് ഹിരണ്യകശിപു എന്താന്നുള്ള കാര്യം, ഹിരണ്യകശിപുമാര് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അങ്ങ് അടുത്ത ദിവസം വ്യാഖ്യാനിച്ച് തരേണ്ടതുണ്ട്. അർത്ഥസഹിതം പറഞ്ഞു തരണം. അങ്ങനെ ഹിരണ്യകശിപുമാരെ കുറിച്ചും ശബരിമലയെ കുറിച്ചുള്ള പ്രാധാന്യം ഇനിയും അനേകം അറിയേണ്ടതുണ്ട്. നമുക്ക് വളരെ ചുരുക്കി പറഞ്ഞു പോകാം. ഒരുപാട് സന്തോഷം മോൻജി ചോദിച്ച ചോദ്യം. പള്ളിക്കെട്ട്, ഇരുമുടിക്കെട്ട്, ആ പള്ളിക്കെട്ടിലും ഇരുമുടിക്കെട്ടിലും നമസ്കരിച്ചുകൊണ്ട് ശരണമയ്യപ്പ.